അപ്പോൾ നമുക്ക് LSTയുടെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ബൈനറി ആഡേഴ്സ് ആൻഡ് സബ്ട്രാക്ടേഴ്സ് എന്നാണ് തേർഡ് മൊഡ്യൂളിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് കോമ്പിനേഷണൽ സർക്യൂട്ടാണ് കോമ്പിനേഷണൽ സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത മൊഡ്യൂളിൽ സീക്വൻഷ്യൽ സർക്യൂട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട് നോക്കാം. അപ്പോൾ അതിൽ എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ട് നോക്കാം. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഗേറ്റ്സിൻ്റെ സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ ഗേറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇങ്ങനത്തെ സർക്യൂട്ടുകളിൽ ഉണ്ടായിരിക്കാം. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഔട്ട്പുട്ട് ഓഫ് ദി സർക്യൂട്ട്സ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ലെവൽ അറ്റ് ഇൻപുട്ട് ടെർമിനൽസ്. ഓക്കെ, അതായത് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇൻപുട്ടായിട്ട് എന്തൊക്കെ കൊടുക്കുന്നത് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് എന്തെന്ന് പറയുന്നത് കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അതിൽ മെമ്മറി ഒന്നും യൂസ് ആക്കുന്നില്ല. പിന്നെ പ്രീവിയസ് സ്റ്റേറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് സർക്യൂട്ട്. അതായത് ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്റ്റേറ്റ് എന്താണോ അതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമല്ലോ, എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഏതൊക്കെ? ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ. ഓക്കെ, നമുക്ക് ഈ നാലും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹാഫ് ആഡർ ആണ്. അപ്പോൾ ഒരു ഹാഫ് ആഡറിൻ്റെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മെയിനായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഹാഫ് ആഡർ ആണെങ്കിൽ നമുക്ക് 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടാണ് വരുന്നത്. അതായത് ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ അഡീഷൻ ഓഫ് 2 സിംഗിൾ ബിറ്റ് നമ്പേഴ്സ്. അതായത് 2 സിംഗിൾ ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ് ഹാഫ് ആഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് 2 ഇൻപുട്ടാണ് വരുന്നത്, എയും ബിയും. നമ്മൾ എയും ബിയും ജസ്റ്റ് പേര് കൊടുക്കുന്നതാണ്, വേറെ എന്തെങ്കിലും പേരും കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എയും ബി എന്ന് കൊടുത്തു. ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? സമ്മും ക്യാരി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാം നമ്മൾ ആദ്യം വരയ്ക്കണം. അതായത് ഇതാണ് അതിൻ്റെ ലോജിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് ആഡർ എന്ന് പറയുന്നത് ഇവിടെ എയും ബി 2 ഇൻപുട്ട് എ ബി, ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ സമ്മ് ക്യാരി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് ഔട്ട്പുട്ട്, എന്താണ് ഇൻപുട്ട്, എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിളിൽ എന്താ വരുന്നത്? ഇൻപുട്ടിൽ നമ്മൾ 2 ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എ ബി എന്ന് പറയുന്നത്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 0 0 0 1 1 0 1 1. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയേണ്ടതാണ്. അതുകൊണ്ട് ഇൻപുട്ട് ആദ്യം അങ്ങനെ എഴുതാം. ഔട്ട്പുട്ടിൽ എന്താ വരുന്നത്? സമ്മും ക്യാരിയും. അപ്പോൾ സം എന്ന് പറയുന്നത് എന്താ? ഇത് രണ്ടും കൂടുതൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക? ഇപ്പോൾ 0 0 അല്ല, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ സമ്മ് 0 കിട്ടും, ക്യാരിയും 0 കിട്ടും അല്ലേ. ഇനി 0 1 അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താലോ നമുക്ക് 1 സമ്മായിട്ട് കിട്ടും, 0 ക്യാരി ആയിട്ട് കിട്ടും. ഇവിടെയും 1 0ൻ്റെ അവിടെയും 1 സമ്മിൽ കിട്ടും, 0 ക്യാരിയിൽ കിട്ടും. ഓക്കെ, പിന്നെ 1 1 വന്നു കഴിഞ്ഞാൽ സമ്മിൽ നമുക്ക് 0 കിട്ടും, ബട്ട് ക്യാരിയിൽ നമുക്ക് 1 കിട്ടും അല്ലേ. നമ്മൾ സംഭവം ഇപ്പോൾ 1 1 ചെയ്യുകയാണെങ്കിൽ 1 + 1 എന്ന് പറയുന്നത് 1 0 ആണ്. അപ്പോൾ നമ്മളിവിടെ 0 എഴുതിയിട്ട് ഇവിടെ 1 ക്യാരി ചെയ്യുമല്ലോ. അപ്പോൾ ഈ 0 ആണ് എന്തെന്ന് പറയുന്നത്? സം എന്ന് പറയുന്നത്. ഇതാണ് ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മാപ്പ് വരയ്ക്കുന്നതാണ്. മാപ്പ് വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ. അതെങ്ങനെയാണ്? ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇതിന് മാപ്പ് ഏതിനൊക്കെ വരയ്ക്കണം? സമ്മിനും വരയ്ക്കണം, ക്യാരിക്കും വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ മാപ്പിൽ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് 2 മാപ്പ് മതി, 2 വേരിയബിളിൻ്റെ മാപ്പ് മതി. അപ്പോൾ നമ്മൾ ഒരു മാപ്പ് വരച്ചിട്ട് വേരിയബിൾസ് എ ബി എന്ന് കൊടുക്കുക, 0 1 0 1. ഇനി സമ്മിൽ എവിടേക്കാണ് 1 വരുന്നത് നോക്കാം. 0 1ൽ 1 വരുന്നത്. അപ്പോൾ നമ്മൾ 0 1ൽ 1 ഇട്ട് കൊടുത്തു. പിന്നെ 1 0ൽ 1 വരുന്നുണ്ട്. 1 0ൽ എന്ന് പറയുന്നത് ഈ സ്പേസാണ്, ഇവിടെയും 1 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 2 ഭാഗത്താണ് നമുക്ക് 1 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സമ്മിൻ്റെ അവിടെ എന്ത് എഴുതാം? ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതണം? മറ്റു രീതിയിൽ എഴുതണം. അതായത് ഈ ഒരു രൂപത്തിൽ എഴുതണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു 1 നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എ ഉണ്ട്. കാരണം വെച്ചാൽ 1 ആയതുകൊണ്ട് നമുക്ക് എ എന്ന് എഴുതാം. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത് ബി ആണ്. 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കണം? ഒരു കോംപ്ലിമെൻറ്റ് ഇട്ട് കൊടുക്കണം. അതാണ് എ ബി കോംപ്ലിമെൻറ്റോട് എഴുതിയിരിക്കുന്നത്. പ്ലസ് ഈ 1 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 ആയതുകൊണ്ട് നമ്മളവിടെ എ കോംപ്ലിമെൻറ്റ് ഇട്ടു. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 1 ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി എന്ന് വരും. അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി.
ഇതാണ് ശരിക്കും എന്ത് പറയണത്, എ എക്സ് ഓർ ബി. അതായത് എ എക്സ് ഓർ ബിയുടെ ഒരു എക്സ്പാൻഷനാണ് എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്തായാലും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ അതങ്ങനെ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. ഇനി ക്യാരിയിൽ എങ്ങനെയാണ്? ക്യാരിയിൽ നമ്മൾ ഇതേമാതിരി തന്നെ ഒരു 2K മാപ്പ് വരച്ചു, 2 വേരിയബിൾസ് എ ബി എന്ന് ഓർത്തു. ക്യാരി ആകെ ഒരു സ്ഥലത്താണ് 1 വരുന്നത്. എവിടെയാണ്? 1 1 വരുന്നത്. അപ്പോൾ 1 1 എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിലാണ്. ഇവിടെ 1 ഇട്ട് കൊടുത്തു. ഇതിൻ്റെ നമ്മൾ സോൾവ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എ ആണ്, അവിടെ 1 ആയതുകൊണ്ട് നമ്മൾ എ എന്ന് എടുത്ത് എഴുതി. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 1 ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ എ ബി. ഓക്കെ. അപ്പോൾ ക്യാരിയുടെ നമുക്ക് ഔട്ട്പുട്ട് എ ബി എന്നും ഇവിടെ എ എക്സ് ഓർ ബി എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത